പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട റാം നാരായണൻ ബാഗേലിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് കുടുംബം. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി കുടുംബാംഗങ്ങൾ മൃതദേഹം കണ്ടു. രാംനാരായൺ ബാഗേലിന്റെ ശരീരത്തിൽ അടിയേൽക്കാത്ത സ്ഥലങ്ങളില്ലെന്ന് പോലീസ് സർജൻ ഡോക്ടർ TS ഹിതേഷ് ശങ്കർ പറഞ്ഞു. രാംനാരായണനോട് ആൾക്കൂട്ടം കാണിച്ചത് കാടത്തമെന്നും പ്രതികരണം. എത്രത്തോളം ക്രൂരമായി ഒരു മർദ്ദനത്തിനിരയായി ഒരു ആൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അത് നമ്മളുടെ കേരളീയ സമൂഹം ഒരു അതിഥി തൊഴിലാളിയോട് ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളെ തച്ചു കൊന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അടി ഒരാളെ ശരീരത്തിൽ ഇത്രയധികം മർദ്ദനമേൽക്കുമ്പോൾ രക്തസ്രാവം ഉണ്ടാവും. അത് തന്നെയാണ് മരണകാരണം. എന്തുകൊണ്ട് ജനങ്ങൾ അവരെ പോലീസിനെ ഏൽപ്പിക്കുന്നില്ല? ചെയ്ത ആളുകൾ ആര് തന്നെയായാലും അത് അവരെ ഒറ്റപ്പെടുത്തണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് വിമർശിച്ചു. സർക്കാർ സഹായം നൽകിയില്ലെങ്കിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായം ചെയ്യാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 4 ദിവസമായി മരണപ്പെട്ട അതിഥി തൊഴിലാളിക്ക് അവരുടെ കുടുംബത്തിന് ഇതേവരെയും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൽ അടിയന്തരമായി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്ത സർക്കാർ നിലപാട്, പ്രത്യേകിച്ച് ഇത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നാരായണൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കുന്നതിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇത് ലാഘബുദ്ധിയോടെയാണ് കൈകാര്യം ചെയ്തത്. സൂരജ് സജിയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തൊഴിൽ തേടിയെത്തുന്ന മനുഷ്യരെ അതിഥി തൊഴിലാളികളെന്ന് വിശേഷിപ്പിക്കണം എന്ന് ഉത്തരവിറക്കിയ നാട്ടിലാണ് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഈ സംഭവം നടന്നത്. തല മുതൽ കാലിൻ്റെ അറ്റം വരെ, വിരൽ വരെ 40 മുറിവുകൾ, അങ്ങേയറ്റം മൃഗീയമായ മർദ്ദനം നടന്നു. ആ കുടുംബം കണ്ണീരോടുകൂടി പറയുകയാണ് നഷ്ടപരിഹാരം വേണം, മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് പറയുന്നത് അവരുടെ ഗതികേടിൽ നിന്നുള്ള വാക്കുകളാണ്. ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ആ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ആശ്വാസത്തിന് ഒരു നഷ്ടപരിഹാരം നൽകാനുള്ള ആലോചനകളിലേക്ക് പോയിട്ടുണ്ടോ? ഗൂഗിൾ, ഈ നരകയാതന എന്ന പദപ്രയോഗത്തിന് ഒരു നേർക്കാഴ്ച ഉണ്ടെങ്കിൽ അതാണ് ഈ രാംനാരായണന്റെ ശരീരത്തിൽ കാണാൻ കഴിയുക. അത്രമാത്രം കൊടിയ പീഡനത്തിനാണ് അദ്ദേഹം ഇരയായത്. അദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അടക്കം നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ശരീരത്തിൽ ഒരു സ്ഥലത്ത് പോലും ഈ മർദ്ദനമേൽക്കാത്ത സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് പറയുന്നത്. അത്രമാത്രം മർദ്ദനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അങ്ങനെ മണിക്കൂറുകൾ നീളുന്ന മർദ്ദനത്തിനൊടുവിലാണ് അദ്ദേഹത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഛത്തീസ്ഗഡിൽ നിന്ന് 8 ദിവസം മുൻപ് തൊഴിൽ തേടിയാണ് കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു നാടാണ്. ആ നാട്ടിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം വളഞ്ഞുവച്ച് വിചാരണ ചെയ്ത് ഒരാളെ തല്ലിക്കൊന്നത്. ആ സംഭവത്തിലാണ് കുടുംബം ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളടക്കം ഈ ആളുകൾക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയില്ല എന്ന ഗുരുതര ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഈ രാംനാരായണൻ എന്ന് പറയുന്ന ആൾ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിനെതിരെ ഈ SC/ST വകുപ്പുകളടക്കം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമത്താമായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ SC/ST വകുപ്പുകൾ അടക്കം ചുമത്താത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന് 4 ദിവസമായിട്ടും നഷ്ടപരിഹാരം പോലും പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ ഈ മൃതദേഹം ഏറ്റെടുക്കുകയുള്ളൂ എന്നുള്ളതാണ് കുടുംബം ഇത് സംബന്ധിച്ച് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുടുംബം, ഞാനിപ്പോൾ നിൽക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലെത്തി ഈ രാംനാരായണന്റെ മൃതദേഹം കണ്ട് ഇറങ്ങിയ ഭാര്യയ്ക്കും മക്കൾക്കും അടക്കം സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. അവരെ സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പോലും വികാര നിർഭരായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ മോർച്ചറിക്ക് മുന്നിൽ കാണുന്ന കെട്ടിടം അത് വിശ്രമമുറിയാണ്. ആ വിശ്രമമുറിയിൽ അമ്മയും 2 മക്കളും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിൽ നിന്ന് എത്തിയ ആളുകളടക്കം ഈ വിശ്രമമുറിക്കുള്ളിൽ കാത്തിരിക്കുന്നുണ്ട്. അത് സർക്കാരിന്റെ തീരുമാനം എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ്, അവരുടെ നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും പാലക്കാട് RDO ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. RDO തന്നെ നേരിട്ട് കുടുംബവുമായി ചർച്ച നടത്തും എന്നുകൂടി നമുക്കിപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഗൂഗിൾ, ശരി സൂരജ്, ഏതായാലും 40-ലേറെ മുറിവുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെ ദേഹത്ത് ഇത്രയേറെ മുറിവുകൾ കണ്ട കുടുംബം എങ്ങനെ അത് സഹിക്കും? കണ്ണീർ വാർത്ത മോർച്ചറിക്ക് മുന്നിൽ
ഇപ്പോഴും കാത്തു നിൽക്കുകയാണ് രാംനാരായണന്റെ കുടുംബം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.